കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു മുസ്ലിം പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളെ കണ്ട് പരിഭ്രാന്തനായി. മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തിന്റെ പ്രവേശന കവാടത്തിങ്കിൽ നിന്ന് നിങ്ങൾ ഇത് വിശ്വസിക്കരുത്, അവരുടെ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അന്ത്യകാലത്ത് കള്ളപ്രവാചകന്മാർ വരും, ഇത് അത്തരത്തിൽപ്പെട്ട ഒന്നാണ്, ഇത് ശരിയല്ല എന്ന് വിളിച്ചു പറയുമായി. ഇതിപ്പോഴൊന്നും നടന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. കുക്കു സാഹിബിന്റെ കാലത്ത് ഉണർവ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ ധാരാളം രോഗികൾ സൗഖ്യമാവുകയും ഭൂതങ്ങൾ വിട്ടുപോവുകയും ഒക്കെ ചെയ്ത് കണ്ട് പരിഭ്രാന്തനായ ഈ കൊല്ലം ജില്ലക്കാരൻ മുസ്ലിം അങ്ങനെ ചെയ്തു. സാജു ജോൺ മാത്യുവിന്റെ കേരള പെന്തക്കോസ് ചരിത്രം വായിച്ചാൽ ഈ സംഭവം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആധുനിക പെന്തക്കോസിന്റെ ആരംഭകാലങ്ങളിൽ 30 വർഷത്തോളം അമേരിക്കയിൽ ഇറങ്ങിയ ജേർണലുകളും മാസികകളും തൽസംബന്ധമായി വാർത്തകൾ വന്നിട്ടുള്ള ഇതര മതേതര ആനുകാലികങ്ങളും ഒക്കെ ഓൺലൈനിൽ ലഭ്യമാണ്. ഞാൻ അതിലൂടെയൊക്കെ വളരെ താല്പര്യത്തോടെ കടന്നു പോവുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ കേരളത്തിലെ പെന്തക്കോസ്ത് മുന്നേറ്റം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നറിയാൻ കൗതുകപൂർവ്വം ഈ മലയാള പുസ്തകവും വായിച്ചു നോക്കി. അപ്പോഴാണ് ഞാൻ ഈ രസകരമായ സംഭവങ്ങളൊക്കെ കണ്ടത്. അപ്പൊ ഈ ദിവസങ്ങളിൽ ആത്മീക അനുഭവങ്ങൾക്കെതിരായും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനങ്ങൾക്കെതിരായും വലിയ ആക്ഷേപങ്ങളെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തുകാർ എന്ന് അവകാശപ്പെടുന്ന, അങ്ങനെ ധരിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിൽ മുമ്പിൽ നിൽക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ എതിർക്കുന്നത്? വേദപുസ്തകത്തിന്റെ ഉപദേശത്തെ സംരക്ഷിക്കാൻ ആ കൊല്ലം ജില്ലക്കാരൻ മുസ്ലിമിന് അത്രയും താല്പര്യം വന്നോ അന്ന് അയാൾ അങ്ങനെ വിളിച്ചു പറയാൻ? ബൈബിളിന്റെ ഉപദേശം അല്ല ഇത് എന്ന് പറയാൻ അയാൾക്ക് എന്താണ് ബൈബിളിനോട് അത്ര താല്പര്യം വന്നത്? അപ്പോൾ അക്ഷരത്തിന്റെ പഴക്കത്തിലുള്ള ഒരാത്മീകതയും, അതിനെ ആത്മീകത എന്ന് പറയാൻ കഴിയില്ല, മതം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഒരു മതസിദ്ധാന്തവും ആത്മാവിന്റെ പുതുക്കത്തിലുള്ള ജീവൻ പ്രാപിച്ച ഒരു കൂട്ടവും നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്ത്യഗോളം തന്നെ രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ്. രണ്ടായി തിരിക്കുവാനാണ് യേശു കർത്താവ് വന്നത്. ദൈവത്തിന്റെ പരിപാടി ആദ്യം മുതൽ അങ്ങനെ തന്നെയാണ്. അവൻ കരയെയും വെള്ളത്തെയും വേർതിരിച്ചു. അവൻ രാത്രിയെയും പകലിനെയും വേർതിരിച്ചു. നീരുള്ളിനെയും വെളിച്ചത്തെയും വേർതിരിച്ചു. അവൻ കോതമ്പിനെയും പതിരിനെയും വേർതിരിക്കും. അവൻ ചീത്ത മീനിനെയും നല്ല മീനിനെയും വേർതിരിക്കും. കോലാടിനെയും ചെമ്മരിയാടിനെയും വേർതിരിക്കും. അപ്പൊ അതുപോലെ ദൈവം ഇന്ന് ആത്മീക ലോകത്തെ, ക്രിസ്തീയ ലോകത്തെ വേർതിരിച്ചിരിക്കുകയാണ്. ആത്മാവിന്റെ ശക്തി അനുഭവിക്കുന്ന ഒരു കൂട്ടവും ആത്മാവിന്റെ ശക്തി അനുഭവിക്കാതെ സിദ്ധാന്തങ്ങൾ മാത്രം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടവും എന്നിങ്ങനെ. അത് ഇന്നല്ല അന്ന് തൊട്ട് അങ്ങനെയാണ്. ആദിയിൽ ബലി നൽകാൻ കായനും ഹാബേലും പോയി. അതിൽ ഹാബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു, കായന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല. അന്ന് കായന്റെ മുഖം മാറി. അപ്പം ദൈവം പ്രസാദിക്കുന്ന ആരാധന അർപ്പിക്കുന്നവനോട് അസൂയയും വിരോധവും വെറുപ്പും പകയും അവസരം കിട്ടിയാൽ കൊന്നുകളയും എന്ന വിധത്തിലുള്ള വൈരാഗ്യവും ഈ മതഭക്തന്മാർ വെച്ചു പുലർത്തും. അത് മതത്തിന്റെ പ്രത്യേകതയാണ്. മതത്തിൽ ഉള്ളവർ കൊലപാതകികളാണ്. അവർ കായീന്റെ സന്തതികളാണ്. മതം ദൈവത്തിന് പ്രസാദമില്ലാത്ത കർമ്മ പരിപാടികളുടെ കൂട്ടമാണ്. ചടങ്ങുകളും ആശയങ്ങളും സിദ്ധാന്തങ്ങളും അക്ഷരത്തിന്റെ വഞ്ചനയും അക്ഷരത്തിന്റെ പഴക്കവുമാണ്. അതാണ് തിരുവെഴുത്തിൽ നാം വായിക്കുന്ന അക്ഷരം കൊല്ലുന്നു. അപ്പൊ അക്ഷരത്തിന്റെ പഴക്കത്തിലുള്ള ഒരു കൂട്ടവും ആത്മാവിന്റെ പുതുക്കത്തിലുള്ള ഒരു കൂട്ടവും ആദ്യം മുതൽ നമുക്ക് കാണാം. ദൈവം സ്വീകരിക്കുന്ന ബലി അർപ്പിക്കുന്നവർ, ദൈവം മറുപടി നൽകുന്ന പ്രാർത്ഥനകൾ അർപ്പിക്കുന്നവർ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ആദ്യം മുതൽ ബൈബിളിൽ കാണുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോഴെല്ലാം അത് കാണത്തക്ക വിധമാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ അവിടെ കാണാൻ സാധിക്കും.
ദൈവം ഇറങ്ങുന്നു, പർവ്വതം പുകയുന്നു, സ്ഥൂലമായതും തീ എത്തുന്നതും, ഇടിമിന്നൽ, മുഴക്കങ്ങൾ, നമ്മൾ ദൈവം ഇറങ്ങി വരുന്ന കാണുകയാണ്. ദൈവം വരുമ്പോൾ, ദൈവ സാന്നിധ്യം വരുമ്പോൾ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നാം കാണും. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ബൈബിളിൽ ഉടനീളം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം ദൈവ പ്രത്യക്ഷതയെ കാണും. അപ്പോൾ ദൈവം എന്നത് ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായി, യേശു എന്നത് ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു കൂട്ടവുമുണ്ട്. യേശു എന്നത് കേവലം കഴിഞ്ഞുപോയ ഏതോ കാലത്ത് ജീവിച്ചു മൺമറഞ്ഞു പോയ ശ്രീനാരായണ ഗുരുവിനെയൊക്കെ ഈ SNDP-ക്കാർ വെച്ച് ആരാധിക്കുന്നത് പോലെ യേശുവിനെ ആരാധിക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. അപ്പൊ യേശു എന്നത് ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി അനുഭവിക്കുന്ന കൂട്ടവുമുണ്ട്, അതൊരു കേവല സിദ്ധാന്തമാക്കിയിരിക്കുന്നവരുമുണ്ട്. അപ്പോഴാണ് ക്രിസ്തീയത മതമായി അധപ്പതിക്കുന്നത്. കത്തോലിക്കരടക്കമുള്ള സഭകളിൽ ക്രൈസ്തവ ലോകത്തിന്റെ അധപ്പതന നിമിത്തം വെറും കൂതാശകളായി മാറി. അവർ കൂതാശകളെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജീവിക്കുന്ന യേശു ആ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോഴാണ് ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിന്റെ ഉദയം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നവീകരണം ഉണ്ടായത്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയുവാൻ നാം ആ കാലഘട്ടങ്ങളിലെ ചരിത്രം വായിച്ചു നോക്കണം. രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി 100 കോടിയിൽ പരം ആളുകളെ സ്വാധീനിച്ച് 5 ഭൂഖണ്ഡങ്ങളിലും ജനകോടികളെ സ്വാധീനിച്ചത് പെന്തക്കോസ്തിന്റെ ശക്തിയാണ്. അത് അക്ഷരത്തിന്റെ പഴക്കമോ അക്ഷരത്തിന്റെ വാക്ചാതുര്യമോ അല്ല. അതാണ് അപ്പോസ്തലൻ പൗലൂസ് പറയുന്നത്, ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിൽ എത്രയാകുന്നത്. ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയിൽ എത്രയാകുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ പ്രദർശനം, അപ്പോസ്തലൻ പൗലൂസ് പറഞ്ഞു, ഞങ്ങളുടെ പ്രസംഗം വാഗ്വിലാസം കൊണ്ടല്ല, വാഗ്വൈഭവം കൊണ്ടല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമാണ്. അപ്പൊ എന്താണ് ഈ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം? അത് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്, ചിലത് കാണാൻ പറ്റുന്നതാണ്. എന്നാൽ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം നൽകുന്ന നവ്യമായ അനുഭവങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ഓരോ രീതിയിലാണ് ഓരോ പ്രാവശ്യവും ആ സാന്നിധ്യം വെളിപ്പെടുന്നത്. ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനം 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഉദയം കൊണ്ടപ്പോൾ വിവിധ തരത്തിലുള്ള ആത്മീയ അനുഭവങ്ങൾ പരിശുദ്ധാത്മാ അഭിഷേകത്തെ തുടർന്ന് ആളുകൾ അനുഭവിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ ഈ സഭയുടെ ആദ്യകാലത്ത്, ഈ പെന്തക്കോസ്ത് മുന്നേറ്റത്തിന്റെ ആദ്യകാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും. മാർത്തോമാ സഭയും യാക്കോബായ സഭയും മെച്ചപ്പെട്ട പള്ളികളും നല്ല ഇടവകളും നല്ല കൂട്ടായ്മകളും ഒക്കെ വിട്ട് ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് കേവലം ഒരു സിദ്ധാന്ത നിമിത്തമല്ല, പെന്തക്കോസ്തിന്റെ ശക്തി അവരെ സ്വാധീനിച്ചതുകൊണ്ടാണ്. എന്തായിരുന്നു ആ ശക്തി? അത് കേവലം ഒരു ആശയമായിരുന്നില്ല, അത് പെന്തക്കോസ്തിന്റെ ശക്തിയുടെ പ്രദർശനമായിരുന്നു. ദൈവത്തിന്റെ രാജ്യം പണിയുന്നത് ആ ശക്തി കൊണ്ടാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, യേശു ഉയർത്തു എന്ന ആ ബോധ്യവും അറിവുമെല്ലാം ആ ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. യേശു പഠിപ്പിച്ച ഉപമകളും പ്രസംഗിച്ച പ്രസംഗങ്ങളും മിക്കവാറും എല്ലാം ഒക്കെ അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ അതുപോരാ, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നഗരത്തിൽ തന്നെ കാത്തിരിക്കണമെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ ആ ശക്തി ഇല്ലാതെ ഒരിക്കലും ഈ പ്രവർത്തനം നടക്കുകയില്ല. അത് കേവലം വാചക കസർത്ത് മാത്രമായിരിക്കും. എന്നാൽ പെന്തക്കോസ്തിന്റെ ശക്തി വാചക കസർത്തിലായിരുന്നില്ല. ജോർജ് വൈറ്റ്ഫീൽഡിന്റെയും ചാൾസ് ഫിന്നിയുടെയും അങ്ങനെയുള്ള അനേക ദൈവദാസന്മാരുടെ ചരിത്രം നാം വായിച്ചു നോക്കുമ്പോൾ അറിയാം അവരുടെ ജീവിതത്തിൽ ശുശ്രൂഷയിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതെന്ന്. ജോർജ് വൈറ്റ്ഫീൽഡിന്റെ യോഗങ്ങളിൽ കൂട്ടമായി ജനം നിലം പതിക്കുമായിരുന്നു. ഉച്ചത്തിൽ അവർ നിലവിളിച്ച് യേശുവിനെ സ്വീകരിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും താൻ ശാരീരികമായി എതിരാളികളാൽ ഉപദ്രവിക്കപ്പെടുമായിരുന്നു. പലപ്പോഴും യോഗങ്ങൾ കഴിഞ്ഞ് ദേഹം മുഴുവൻ ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് താൻ വീട്ടിൽ തിരിച്ചു വന്ന് കയറിക്കൊണ്ടിരുന്നത്. കാരണം പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ പ്രദർശനത്തിന് എല്ലാ കാലത്തും എതിരാളികളുണ്ട്. അക്ഷരം കൊണ്ട് അഭ്യാസം നടത്തി ഒരു പ്രസംഗം നടത്തുന്നതിനോ എവിടെയെങ്കിലും ധൂപമർപ്പിച്ച് കുന്തിരിക്കമിട്ടൊരു കൂതാശ നടത്തുന്നതിനോ ഒന്നും
സാത്താൻ പ്രശ്നമല്ല. പരിശുദ്ധാത്മ ശക്തിയിൽ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു വ്യക്തി ചലിക്കാൻ തുടങ്ങുമ്പോൾ അത് സാത്താന്റെ സാമ്രാജ്യത്തെ ബലഹീനപ്പെടുത്തും, അവന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമെന്ന് നന്നായി അറിയാവുന്ന സാത്താൻ പരിശുദ്ധാത്മ പ്രവർത്തനത്തെ എவ்விதവും തടയുവാൻ ആഗ്രഹിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും, അതിനെ തടയുവാൻ എല്ലാ വഴികളും ആഗ്രഹിക്കും. പലപ്പോഴും അവർ ബൈബിൾ എടുത്ത് ഉയർത്തും. യേശു കർത്താവിന്റെ അടുത്ത് പോലും ബൈബിൾ ഉദ്ധരിച്ചുകൊണ്ട് യേശുവിനെ പരീക്ഷിക്കാൻ ചെന്ന സാത്താൻ എല്ലാ കാലത്തും അത് തന്നെ ചെയ്യും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്ക് മുൻവിധികളാണ്. യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ മശിഹയാണ് വരുന്നത്. യഹൂദന്മാരുടെ ശാസ്ത്രിമാർ അവർക്ക് നന്നായി അറിയാം, കാരണം വേദപുസ്തകം പകർത്തി എഴുതുന്ന ജോലിയാണ് അവർക്ക്. വേദപുസ്തകത്തിൽ വള്ളി പുള്ളി അക്ഷരങ്ങള് കുത്ത് കോമ ഒന്നും വിട്ടുപോകാതെ കൃത്യമായി സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെ പകർത്തി എഴുതുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശാസ്ത്രിമാർക്ക് പഴയ നിയമ തിരുവെഴുത്തുകൾ മുഴുവൻ കാണാപ്പാടമാണ്. പക്ഷെ അവർക്കാർക്കും മനസ്സിലായില്ല യേശു വന്നപ്പോ. കാരണം അവർ തിരുവെഴുത്തുകളെ വായിച്ച് അവരുടെ ഭാവനയിൽ രൂപം കൊടുത്ത് അവർ പ്രതീക്ഷിച്ച വിധത്തിലല്ല യേശു വന്നത്. ഒരു രാജകൊട്ടാരത്തിൽ വരും, രാജകുമാരനായി ജനിക്കും എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിച്ചത്. കാരണം നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ വിസ്മയനായ ഉപദേഷ്ടാവ്, അവൻ സമാധാനത്തിന്റെ രാജകുമാരൻ എന്നിങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു രാജകൊട്ടാരത്തിലായിരിക്കും ജനിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു കാലിത്തൊഴുത്തിലാണ് അവൻ കാണപ്പെട്ടത്. ഒരു കുതിരപ്പുറത്ത് അവൻ എഴുന്നള്ളി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. പക്ഷെ അവൻ ഒരു കഴുതപ്പുറത്താണ് വന്നത്. അപ്പൊ അവരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് അവർ ഭാവനയെ കണ്ട പോലെയല്ല വന്നത്. നമ്മൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? പലപ്പോഴും നമ്മുടെ ആളുകളും ബൈബിൾ ഒക്കെ വായിച്ച് അവർ തന്നെ ഒരു സങ്കല്പം കൊണ്ടുവന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ഒരു കൂട്ടത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ എങ്ങനെയായിരിക്കും? എന്നോട് ഒരാൾ പറഞ്ഞു, ഒട്ടും ഡീസന്റ് അല്ല. അപ്പൊ ഡീസന്റ് ആയിട്ടാണ് ഇത് പരിശുദ്ധാത്മാവ് വന്നു, അപ്പൊ ഡീസന്റ് ആയി എങ്ങനെയായിരിക്കും? എല്ലാവരും വരിവരിയായി നിന്നു, ലത്തീൻ ഭാഷയിൽ ചില ശ്ലോകങ്ങൾ ചൊല്ലി കൈകൾ ഉയർത്തി ഒരു ധൂവക്കുറ്റി വീശി, അങ്ങനെ ഓർഡറിലാണോ പോകുന്നത്? അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയൊക്കെ നടക്കാവുള്ളൂ, ദൈവം വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാവുള്ളൂ എന്ന് നമ്മൾ ചടിക്കുന്നത് ഈ വലിയവനായ ദൈവത്തെ ഈ ഒരു ചെറിയ പുസ്തകത്തിൽ നാം ഒതുക്കി നിർത്താൻ ശ്രമിക്കുകയാണ്. ദൈവം തന്നെ എഴുതപ്പെട്ട വചനത്തിനെതിരായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന് എതിരാണോ? ദൈവത്തിന്റെ വചനത്തെ വ്യക്തമായി ഏതെങ്കിലും ഒരു കൽപ്പനയെയോ ഒരു മാനദണ്ഡത്തെയോ നിരാകരിക്കുകയോ ഖണ്ഡിക്കുകയോ ചെയ്യുന്നുണ്ടോ? അല്ലാതെ ദൈവത്തിന്റെ പ്രവർത്തികൾ പല രീതിയിൽ നടക്കും. ദൈവ സാന്നിധ്യം വരുമ്പോൾ മനുഷ്യർ പല രീതിയിൽ പ്രതികരിക്കും. അത് ഇന്ന വിധത്തിലേ പ്രതികരിക്കാവൂ എന്ന് പറയുവാൻ കഴിയുകയില്ല. ചാൾസ് ഫിന്നിയുടെ അനുഭവം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, തന്റെ മേൽ പരിശുദ്ധാത്മ ശക്തി വരുമ്പോൾ താൻ നിലംപതിക്കുമായിരുന്നു, നിലംപതിച്ച് താൻ ഉച്ചത്തിൽ നിലവിളിക്കുമായിരുന്നു, കർത്താവേ ആ കരം അല്പസമയം മാറ്റൂ എന്ന്. അതുപോലെ ആ ദൈവ സാന്നിധ്യത്തിന്റെ ഭാരം അനുഭവിച്ച് താൻ നിലവിളിക്കുമായിരുന്നു എന്നാണ് തന്റെ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. 1871 വരെ ഒരു സാധാരണ ശക്തിയില്ലാത്ത പ്രസംഗകരായിരുന്ന DL മോഡി 1871 ഒരു മീറ്റിംഗിൽ വെച്ച് പരിശുദ്ധാത്മാവിന്റെ സ്പർശനമേറ്റ് സ്ലൈൻ ചെയ്ത് താഴെ വീണു. അന്ന് മുതലാണ് തന്റെ ശുശ്രൂഷയ്ക്ക് മാറ്റം വന്നത്. ലോകമറിയുന്ന ലോകത്തെ സ്വാധീനിച്ച ക്രിസ്തുവിന് വേണ്ടി 10,000 നേടിയ DL മോഡിയായി മാറിയത്. പ്രിയമുള്ളവരെ, ആത്മാവിന്റെ ശക്തി, ആ അനുഭവങ്ങളിൽ ആത്മാവിന്റെ സാന്നിധ്യം വന്നപ്പോൾ നിലംപതിച്ച 100 കണക്കിന് ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അതെല്ലാം പിശാചാണ്, അതെല്ലാം സാത്താനാണ് എന്ന് പറഞ്ഞ് എഴുതി തള്ളിയാൽ പിന്നെ തള്ളിക്കളയാത്തതായി മറ്റൊന്നും നമുക്ക് കാണുകയില്ല എന്ന് നാം ഓർക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പം പെന്തക്കോസ്ത് പ്രസ്ഥാനം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്? പെന്തക്കോസ്ത് എങ്ങനെയാണ് വളർന്നത്? ആളുകൾ ശക്തിയായി ശരീരം വിറയ്ക്കുക. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈ മൺകൂടാരത്തിന് പിടിച്ചു നിർത്താൻ കഴിയാത്ത ശക്തിയാണ് പ്രവഹിക്കുന്നത്. അപ്പോൾ പല രീതിയിൽ ആളുകൾ പ്രതികരിക്കും. നമ്മുടെ പ്രതികരണത്തിന് വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരാളിലേക്ക് വരുമ്പോൾ വിവിധ സംസ്കാരത്തിലുള്ളവർ വിവിധ രീതിയിലാണ് പ്രതികരിക്കുന്നത്. സന്തോഷമുണ്ടാകുമ്പോൾ, പരസ്പരം ആശംസിക്കുമ്പോൾ, ഓരോ ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഒക്കെ വിവിധ രാജ്യങ്ങളിലും വിവിധ സംസ്കാരങ്ങളിലുമുള്ളവർ വിവിധ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പൊ കേരളത്തിലുള്ള ഒരാളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവനവന്റെ സംസ്കാരം പോലെ, ഒരു അമേരിക്കക്കാരന്റെ മേൽ വരുമ്പോൾ അവന്റെ സംസ്കാരം പോലെ, പരിശുദ്ധാത്മ പ്രവൃത്തിയും ആ സംസ്കാരവും ജീവിത സാഹചര്യവും ഒക്കെ ആയിട്ട് വളരെ ബന്ധം. അപ്പോൾ ഞാൻ പൊതുവായി പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു കൂട്ടവുമുണ്ട്. അത് അനുഭവിക്കാതെ കേവലം
സിദ്ധാന്തം മാത്രം, അക്ഷരങ്ങൾ മാത്രം മുറുകെ പറ്റിക്കൊണ്ട് എന്നോ എവിടെയോ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരാള് എന്ന നിലയ്ക്ക് ദൈവത്തെ കണ്ട് അവരുടെ മതത്തിന്റെ അനുയായികളായി നിൽക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ മതത്തിന്റെ അനുയായികൾക്ക് ആത്മീയ അനുഭവങ്ങളില്ല. മതത്തിന്റെ അനുയായികൾ ഒന്നും അനുഭവിക്കുന്നില്ല. അപ്പൊ അനുഭവിക്കുന്നവർ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അനുഭവിക്കുന്നവർ, അവരുടെ ഇടയിലാണ് ചലനങ്ങൾ ഉണ്ടാകുന്നത്. അവരാണ് വിമർശന വിധേയരാകുന്നത്. ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ വിമർശനം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആളുകൾ നിലംപതിക്കുമോ? ഒരു പ്രായമായ ദേവദാസൻ പറയുന്നത് കേട്ടു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അങ്ങനെ വീഴാൻ പാടില്ല. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവിടെ തങ്ങൾക്കുണ്ടാകാത്ത അനുഭവങ്ങൾ മറ്റുള്ളവർക്കുണ്ടാകാൻ പാടില്ല എന്ന് ശഠിക്കുക, അഥവാ മറ്റുള്ളവർക്കുണ്ടായാൽ അത് ശരിയല്ല, അത് ഓതന്റിക് അല്ല എന്ന് വാദിക്കുക. നയവാൻ സൗഖ്യമാകാൻ വേണ്ടി എലീശയുടെ അടുത്ത് വന്നപ്പോൾ എലീശ പറഞ്ഞു, നീ യോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങണം. അപ്പൊ നയവാൻ അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് പാരമ്പര്യത്തിന് യോജിച്ചതല്ലല്ലോ, കീഴ്വഴക്കങ്ങൾക്ക് യോജിച്ചല്ലോ, അങ്ങനെ അല്ലല്ലോ സൗഖ്യമാക്കേണ്ടത്. അവൻ വിസമ്മതിച്ചു. അവൻ പറയുകയാണ്, ഞാൻ വിചാരിച്ചത് പ്രവാചകൻ എന്നെ കൈവീശി സൗഖ്യമാക്കുമെന്നാണ്. അതിന് മുമ്പ് ആരൊക്കെയോ കൈവീശി സൗഖ്യമാക്കി. അപ്പോൾ അതൊരു സിസ്റ്റമായി രൂപപ്പെട്ടു. അപ്പൊ കൈവീശി സൗഖ്യമാക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവന്റെ ആ മുൻധാരണയ്ക്ക് വിരുദ്ധമായ ഒരാഹ്വാനമാണ് വന്നത്. അപ്പോൾ ആത്മാവിന്റെ ശക്തി വരുമ്പോൾ ദൈവം നിയോഗിക്കുമ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവം ഒരു പ്രവാചകനോട് പറഞ്ഞു, നീ പോയി ഒരു വേശ്യയെ വിലയ്ക്ക് വാങ്ങി അവളെ വിവാഹം കഴിക്കും. അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. വേറെ ഒരു പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കുറച്ച് മനുഷ്യമലം വാരിക്കോരി അത് തീ കത്തിച്ചിട്ട് അതുകൊണ്ട് നീ ഒരു അപ്പം ചുട്ട് തിന്ന്. മുമ്പ് എവിടെയാണ് അതുള്ളത്? അപ്പൊ ഏത് തിരുവെഴുത്തിലാണെന്ന് പറയുന്നത്? നമ്മളത് വായിക്കുമ്പോൾ ബൈബിളിൽ ഒരിടത്തും അങ്ങനെ ഒരു കൽപ്പനയില്ല. അപ്പൊ അന്ന് ഉള്ള ആളുകൾ തിരുവെഴുത്തെടുത്ത് പരിശോധിച്ചിട്ട് ഇതിനകത്ത് എവിടെയാണ് അങ്ങനെ പറയുന്നത്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ നിന്റെ ഏകജാതനായ പുത്രനെ കൊണ്ടുപോയി മോറിയ ദേശത്ത് ചെന്ന് ഞാൻ പറയുന്ന മലയിൽ അവനെ യാഗം കഴിക്കുക. അപ്പൊ അബ്രഹാം പറഞ്ഞില്ല, കർത്താവ് അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലല്ലോ. അപ്പൊ പാരമ്പര്യങ്ങളോ അനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ഒരുവന്റെ കണ്ണിൽ പൂശി. അപ്പോൾ അവർ കോപം കൊണ്ട് നിറയുകയാണ്, കാരണം ഇത് തിരുവെഴുത്തിലില്ല. അപ്പോൾ അവർ സമ്മതിക്കുന്നത് യോർദാനിൽ മുങ്ങി സൗഖ്യമാക്കാൻ യഹൂദന്റെ മനസ്സാ, കാരണം ഏലീശ അങ്ങനെ ചെയ്തു. ഒരു പ്രോഫറ്റിക് ആക്ട് ആയിട്ട് നീ അമ്പ് നിലത്താഞ്ഞടിക്കാൻ എലീശ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, കാരണം തിരുവെഴുത്തിലുണ്ട്. ഉപ്പ് വാരിയിട്ട് വെള്ളം വിശദീകരിക്കുന്നുണ്ട്, അത് കുഴപ്പമില്ല, കാരണം തിരുവെഴുത്തിലുണ്ട്. പക്ഷെ അതിനു മുമ്പൊന്നും അത് തിരുവെഴുത്തിലില്ലായിരുന്നു. ഇപ്പോൾ യേശു വന്നപ്പോൾ യേശു നിലത്ത് തുപ്പി ചേറുകൊണ്ട് കണ്ണിൽ പൂശി. അപ്പൊ അവർ ഇറങ്ങിപ്പോയതിന്റെ കാരണം അതാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരുവനോട് ദൈവം പറഞ്ഞു, നീ നഗ്നനായി നാട് നീളെ നടന്ന് പ്രവചിക്കുക. അവർ നിലത്ത് വീണ് കടന്നു നഗ്നരായി പ്രവചിച്ചു കൊണ്ടിരുന്നു. കണ്ടോ? ആത്മാവിൽ പ്രവചിക്കുമ്പോൾ അവർ നിലത്ത് വീണ് നഗ്നരായി കടന്നുകൊണ്ട് പ്രവചിക്കുന്നു. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ധാരാളം സന്ദർഭങ്ങൾ അങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ദൈവം ഒരു മനുഷ്യനോട് ഇടപെടുമ്പോൾ, ആ ദൈവത്തിന്റെ ശക്തി ഒരു മനുഷ്യനിലേക്ക് ഇറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷനിലേക്ക് വരുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ദൈവശക്തിയുടെ മുമ്പിൽ മനുഷ്യന്റെ പ്രതികരണമാണ്. ദൈവശക്തിയുടെ മുമ്പിൽ പലപ്പോഴും മനുഷ്യന് നിൽക്കാൻ കഴിയുകയില്ല. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന കൂട്ടവുമുണ്ട്, ദൈവ സാന്നിധ്യം അനുഭവിക്കാത്ത കൂട്ടം. ഞാൻ പറഞ്ഞു വന്നത്, ദൈവ സാന്നിധ്യം യഥാർത്ഥത്തിൽ വരുമ്പോൾ ചിലതവിടെ കാണാനുണ്ട്. ആ പരിശുദ്ധാത്മാവ് വന്ന 1ാമത്തെ ദിവസം തന്നെ ആളുകൾക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാൻ ചിലതവിടെ കണ്ടു. ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനം എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ആത്മാവിന്റെ ശക്തിക്ക് ഒരു പ്രദർശനമുണ്ട്. ആത്മാവിന്റെ ശക്തി വരുമ്പോൾ നമുക്ക് കാണത്തക്ക വിധമാണ് വരുന്നത്. അവിടെ ആളുകൾ അതിനോട് പ്രതികരിക്കും. പഴയ നിയമത്തിലെ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യം വരുമ്പോൾ 1 രാജാക്കന്മാർ 8-ാം അധ്യായം 10-ാമത്തെ വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു, ആലയം ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന മേഘം കൊണ്ട് നിറയുകയാണ്. അടുത്ത വാക്യത്തിൽ ശുശ്രൂഷക്കാരായ പുരോഹിതന്മാർക്ക് അവിടെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ ദൈവ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ പലപ്പോഴും മനുഷ്യൻ അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഒരു ആത്മീയ അനുഭവം ഒരാൾക്കുണ്ടാകുമ്പോൾ അത് ബൈബിളിനെ വ്യക്തമായി ഖണ്ഡിക്കുന്ന, എഴുതപ്പെട്ട വചനത്തെ നിഷേധിക്കുന്ന, അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനത്തിന്റെ
നിഷ്കർഷകൾക്ക് വിരുദ്ധമായ ഒരു ആത്മീക അനുഭവമാണെങ്കിൽ മാത്രമേ നമുക്കതിനെ ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ. ഒരാൾ ദൈവസന്നിധിയിൽ കരയുന്നു, വേറൊരാൾ ദൈവസന്നിധിയിൽ ചിരിക്കുന്നു, വേറൊരാൾ ദൈവസന്നിധിയിൽ ഏങ്ങലടിക്കുന്നു. ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. വൈദ്യുതി ഒരു ഫാനിലേക്ക് വന്നാൽ ആ ഫാൻ കറങ്ങും, ഒരു ബൾബിലേക്ക് വന്നാൽ അത് പ്രകാശം കൊടുക്കും, ഒരു ഹീറ്റർ കോയിലിലേക്ക് ചെല്ലുമ്പോൾ അത് ചൂട് കൊടുക്കും, ഒരു ഫ്രിഡ്ജിലേക്ക് അത് ചെന്നാൽ തണുപ്പ് കൊടുക്കും. വ്യത്യസ്ത അനുഭവങ്ങളാണ് ഒരേ വൈദ്യുതി വിവിധ ഉപകരണങ്ങളിലേക്ക് ചെല്ലുമ്പോൾ. പരിശുദ്ധാത്മ പ്രവർത്തനവും അങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ ടോട്ടലി അദ്ദേഹം ഒരു സ്വർഗീയ മനുഷ്യനായി മാറി. പിന്നെ സ്വർഗീയ ഭാഷകൾ പറഞ്ഞ് അന്തരീക്ഷത്തിലൂടെ പോവുകയല്ല. അയാളുടെ ജീവിത സാഹചര്യങ്ങൾ, ശാരീരിക പ്രത്യേകതകൾ, സാംസ്കാരിക പ്രത്യേകതകൾ, ഭാഷാപരമായ പ്രത്യേകതകൾ, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നത്. സാംസ്കാരിക സ്വാധീനം പരിശുദ്ധാത്മ പ്രവർത്തനമായിട്ട് വളരെ ബന്ധമുണ്ട്. കേരളത്തിലെ ഒരു വ്യക്തി അഭിഷേകം പ്രാപിക്കുമ്പോൾ പ്രതികരിക്കുന്ന വിധത്തിലായിരിക്കത്തില്ല അമേരിക്കയിലെ ഒരു സായിപ്പ് പ്രതികരിക്കുന്നത്. അത് അഭിഷേകം പ്രാപിക്കുക മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. സന്തോഷിക്കുന്നത്, പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്, ഇതൊക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഓരോ സംസ്കാരങ്ങളിലുമുള്ളവർ ആത്മസാന്നിധ്യത്തിൽ അവർ ആസ്വദിക്കുകയും അവർ ആനന്ദിക്കുകയും അതിനോട് പ്രതികരിക്കുകയുമാണ്. ആത്മാവ് ഒന്ന് തന്നെ, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട് എന്ന് പൗലോസ് പറയുന്നു. അതുപോലെ പല അനുഭവങ്ങളിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. ദൈവസാന്നിധ്യം വന്നു കഴിയുമ്പോൾ, ആ പഴയ നിയമത്തിൽ ദൈവസാന്നിധ്യം വന്നപ്പോൾ ആ പുരോഹിതന്മാർക്ക് അവിടെ നിൽപ്പാൻ കഴിഞ്ഞില്ല. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശുവിനെ പിടിക്കാൻ വന്ന ആളുകൾ യേശുവിനെ അന്വേഷിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ. ആ ഒരൊറ്റ വാക്കിൽ അവർ പിൻവാങ്ങി നിലത്തി വീണു. അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ ആ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ് യേശുവിന്റെ. കാരണം ഞാനാകുന്നു. അതിന് തൊട്ടു മുമ്പ് യേശു പ്രാർത്ഥിച്ചിരിക്കുന്ന മഹത്വത്തെ പറ്റിയാണ്. അപ്പോൾ ആ മഹത്വത്തിന്റെ മിന്നലാട്ടങ്ങൾ, നിഴലാട്ടങ്ങൾ, ആ യേശു ആ പൂർണ്ണ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്റെ ക്രൂശീകരണത്തോട് അടുത്ത സമയമാണ്. അപ്പോൾ അവിടെ പല പ്രാവശ്യം യേശു പറയുന്നുണ്ട്, മഹാപുരോഹിതന്റെ മുമ്പിലും പറയുന്നുണ്ട്, ഞാൻ ആകുന്നു. അപ്പോൾ മോശയോട് പറഞ്ഞ, മോശ ദൈവത്തിന്റെ ഗ്ലോറിയെ ആ മുൾപ്പടർപ്പിൽ കണ്ടപ്പോൾ പറഞ്ഞ അതേ വാക്ക്, ഞാൻ ആകുന്നു എന്ന് മോശ കേട്ട അതേ വാക്കാണ്. നിങ്ങൾ ആരെ തിരയുന്നു? അവൻ പറയാണ്, ഞാൻ തന്നെയാകുന്നു. മഹാപുരോഹിതനോട് പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ അവർ പിൻവാങ്ങി നിലത്ത് വീണു. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, ദൈവത്തിന്റെ ശക്തിയിൽ മനുഷ്യർക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ല. മനുഷ്യർ നിലത്ത് വീഴും. ദൈവ സാന്നിധ്യത്തിൽ നിറയുമ്പോൾ ഒരാൾ നിലത്ത് വീഴുന്നതിൽ അത്ഭുതമൊന്നുമില്ല. ദൈവസ്നേഹത്തിൽ ഒരു വ്യക്തി നിറയുമ്പോൾ അവൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. സ്നേഹം മനുഷ്യനെ ഭ്രാന്തുളവാക്കുന്നതാണ്. സ്നേഹം ഭ്രാന്തമായ അഭിനിവേശത്തെ കൊണ്ടുവരികയാണ്. ഭക്തിയും അതുപോലെ തന്നെ. ഭക്തിയും സ്നേഹവും ഒക്കെ മനുഷ്യനെ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കും. അതുകൊണ്ട് യേശുവിന്റെ സ്നേഹത്തിൽ വാസ്തവമായിട്ട് നിറയുന്ന ആളുകൾ ഒരു ബാവുൽ ഗായകനെ പോലെ അവൻ പെരുമാറുകയും അവൻ ദൈവസന്നിധിയിൽ എല്ലാം മറക്കുകയും ചെയ്യും. അതൊരു ആത്മീക അനുഭവമാണ്. ഈ ആത്മീക അനുഭവത്തെ നാം പരിഹസിക്കുമ്പോൾ ഓർക്കണം, പെന്തക്കോസ്തു പ്രസ്ഥാനം ഉടലെടുത്തതും വളർന്നതും പ്രചരിച്ചതും എല്ലാം ഈ ആത്മീക അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അക്ഷരങ്ങളുടെ പ്രസംഗം കൊണ്ടല്ലേ അല്ല. ഇന്ന് വിമർശിക്കാൻ നിൽക്കുമ്പോഴും നമുക്ക് നിന്ന് വിമർശിക്കാൻ ആ വേദികൾ ഉണ്ടായിരിക്കുന്നതും ഇതിന്റെ എല്ലാം കാരണം പുറകോട്ട് നാം പോകുമ്പോൾ ഒരു കൂട്ടം ആത്മാവിൽ നിറഞ്ഞതും, ഒരു കൂട്ടം അന്യഭാഷയിൽ പറഞ്ഞതും, ഒരു കൂട്ടം വിചിത്ര ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചതും, ശരീരം വിറയ്ക്കുകയും പല വിധത്തിലുള്ള ആത്മപ്രദർശനങ്ങളിൽ അവർ നിലംപരിചായി വീഴുകയും മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ എല്ലാം മറന്ന് കിടക്കുകയും ഒക്കെ ചെയ്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും രോഗശാന്തികളാലും ആത്മാവിന്റെ സാന്നിധ്യത്താലും എല്ലാമാണ് പെന്തക്കോസ്തു പ്രസ്ഥാനം പണിയപ്പെട്ടത്. നിങ്ങൾ പെന്തക്കോസ്തുകാരാണെന്ന് സ്വയം ചിന്തിക്കുന്നു, സ്വയം അവകാശപ്പെടുന്നു. ഞാനെന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ യോഗങ്ങളിൽ എത്ര മിനിറ്റ് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു? എത്ര പേരെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്നു? നിങ്ങളിൽ എത്ര പേർ നിങ്ങൾ പ്രാപിച്ച ആ അഭിഷേകം, പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം, അതിനെ വിലമതിക്കുന്നു, അതിനെക്കുറിച്ച് വാചാലരാകുന്നു? എന്നിലുള്ള ആത്മാവിന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങളുടെ യോഗങ്ങളിൽ അന്യഭാഷ പ്രാപിക്കാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ യോഗങ്ങളിൽ എത്ര പേർ അന്യഭാഷ പ്രാപിച്ചു?
നിങ്ങൾ തന്നെ അന്യഭാഷ പ്രാപിച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് നാം സ്വയം ചിന്തിക്കണം. എന്നിട്ട് വേണം നാം പെന്തക്കോസ് ആണോ എന്ന് ചിന്തിക്കുവാൻ. അതിനുശേഷം വേണം നാം പെന്തക്കോസിലെ അപജയങ്ങളെ മാറ്റുവാൻ. ഈ വിമർശിക്കുന്നവർ പെന്തക്കോസിനെ സംരക്ഷിക്കുന്നവരല്ല. പെന്തക്കോസിനെ ബ്രദറൻ തൊഴുത്തിൽ കൊണ്ട കെട്ടുവാൻ അച്ചാരം വാങ്ങി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒറ്റുകാരാണ്. അത് നാം തിരിച്ചറിയണം. നാം ഈ രീതിയിൽ കണ്ണുമടച്ച് വിമർശിക്കാൻ തുടങ്ങിയാൽ നാളെ പെന്തക്കോസ് അല്ലാതെയാകും. ഇന്ന് തന്നെ പെന്തക്കോസിൽ ബ്രദറൻകാരാണ് കൂടുതൽ. ആത്മാവിന്റെ സാന്നിധ്യമുള്ളവർ കുറഞ്ഞു, ആത്മശക്തി അനുഭവിക്കുന്നവർ കുറഞ്ഞു. ആരെങ്കിലും ഒരു അന്യഭാഷ പറഞ്ഞാൽ എല്ലാവരും അവനെ സൂക്ഷിച്ചു നോക്കും. കൈ ഉച്ചത്തിൽ കൊട്ടാൻ പാടില്ല, എല്ലാം ഡീസന്റ് ആയിരിക്കണം. സാത്താൻ വളരെ സന്തോഷമായിരിക്കുന്നു. ആത്മാവിലുള്ള ആരാധന ആരംഭിക്കുമ്പോൾ, അന്യഭാഷകളിൽ ജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആത്മശക്തിയിൽ ജനം ആത്മീയമായി ആയുധങ്ങൾ അണിയുമ്പോൾ, ആത്മീയമായി അടരാടുമ്പോൾ സാത്താന്റെ സാമ്രാജ്യം ബലഹീനമാകും. അവന്റെ കോട്ടകളിൽ വിള്ളൽ വീഴും. ഇത് നന്നായി അറിയാവുന്ന സാത്താൻ ഇത്തരം ഉപദേശങ്ങളെ കൊണ്ടുവന്ന് എല്ലാവിധ ആത്മീക പ്രവർത്തനങ്ങളെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ മുൻപോട്ട് പോവുകയാണ്. എന്നാൽ അത് പെന്തക്കോസ്തിന് ഭൂഷണമല്ല. നാം ആയി തീർന്നത് എങ്ങനെയാണെന്നും നമ്മെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നത് ഏത് വഴിക്കാണെന്നും നാം മനസ്സിലാക്കണം. നാം ആത്മാവിനെ തള്ളിയാൽ, ആത്മീക അനുഭവങ്ങളെ തള്ളിയാൽ, ആത്മീക അനുഭവങ്ങളെ കൈവിട്ടാൽ അത് പെന്തക്കോസ്തിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നാം ആ പഴയ ആത്മീക അനുഭവത്തിലേക്ക് പോകണം, പുറകിലേക്ക് പോകണം. നാം ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നറിഞ്ഞ് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. സഭകളിൽ കാത്തിരിപ്പ് യോഗങ്ങൾ ക്രമീകരിക്കണം. ആത്മീയമായി ജനം പുതുക്കപ്പെടണം. ആത്മീക വർധന പ്രാപിക്കാനുള്ള മാർഗം പുതിയ നിയമം ഉപദേശിക്കുന്നത് ഒറ്റക്കാര്യം അന്യഭാഷ പറയുകയെന്നാണ്. എത്ര പെന്തക്കോസ് സഭകളിൽ അത് പ്രസംഗിക്കുന്നുണ്ട്, എത്ര പെന്തക്കോസ് സഭകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. അന്യഭാഷകൾ പറഞ്ഞാൽ ആത്മീക വർധന പ്രാപിക്കാമെന്ന്. കൂടുതൽ അന്യഭാഷകൾ പറയുമ്പോഴാണ് ഒരാൾക്ക് ആത്മീക വർധന ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ല, തിരുവെഴുത്ത് പറയുന്നു. നമ്മളതിനെ പുച്ഛിച്ചു തള്ളുകയാണ്. എന്നാൽ കഴിഞ്ഞ തലമുറകളിൽ പെട്ടവർ വചനത്തെ വചനമായി കണ്ട്, വചനത്തിന്റെ ആത്മാവിനെ ഉൾക്കൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു, ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു. പെന്തക്കോസ് ഇത്രയും വളർന്നു. ഇന്നും ആത്മാവിന്റെ പ്രവൃത്തികളെ അനാദരിക്കാത്ത, ആത്മാവിന്റെ പ്രവൃത്തികളെ ബഹുമാനിക്കുന്ന, ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിക്ക് തടസ്സം വെക്കാത്ത, അതിന് അതിരുകളും പരിധികളും നിശ്ചയിക്കാത്ത കൂട്ടങ്ങൾ അതാത് സമൂഹങ്ങളെ സ്വാധീനിക്കുകയും വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട കാര്യമാണ്. ഞാനിവിടെ ഒരു പക്ഷം പിടിച്ച് പറയുകയല്ല. നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു അബദ്ധം, നമ്മുടെ കയ്യിലിരിക്കുന്ന വിലയേറിയ ഒന്നിനെ തന്ത്രപൂർവം സാത്താൻ കൈവശമാക്കിക്കൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് നാം ആണ് ഇതിന്റെ നേരവകാശികൾ. അപ്പോൾ ഒരാൾ പറഞ്ഞത് കുണ്ടലിനി ശക്തിയാണ്, പൗരസ്ത്യ ആത്മീയ ശക്തി കുണ്ടലിൻ. നാം മനസ്സിലാക്കണം, എല്ലാത്തിനും പിശാചിന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഇവിടെ ക്രിസ്തു ഉണ്ടെങ്കിൽ അവിടെ എതിർ ക്രിസ്തു ഉണ്ട്. ഇവിടെ തിരുവെഴുത്തുള്ള പോലെ തന്നെ അവർക്ക് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ഇവിടെ ദൂതന്മാരും പരിശുദ്ധാത്മാവും പ്രവർത്തിക്കുമ്പോൾ അവിടെ ദുരാത്മാക്കളുണ്ട്. 100 ദേവകളും ദേവന്മാരുമുണ്ട്. മോശ വടിയിട്ടപ്പോൾ സർപ്പമായപ്പോൾ അവരും വടിയിട്ടപ്പോൾ സർപ്പമായി. മോശയും ഇസ്രീമും മന്ത്രവാദിയായിരുന്നു നാം പറയുമോ? അതുകൊണ്ട് കുണ്ടലിനി ശക്തിയിൽ ആരെങ്കിലും ചിരിക്കുകയോ നിലത്ത് വീഴുകയോ ചെയ്യുന്നതും പരിശുദ്ധാത്മ ശക്തിയിൽ ഒരാൾ നിലത്ത് വീഴുകയോ പരിശുദ്ധാത്മ ശക്തിയിൽ ഒരാൾ നിറയപ്പെടുകയോ ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് വ്യത്യസ്ത അനുഭവങ്ങളാണ്. മറ്റു മതങ്ങളിൽപ്പെട്ടവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇനി നമ്മൾ പ്രാർത്ഥിക്കില്ലെന്ന് പറയും. മറ്റു മതങ്ങളിൽപ്പെട്ടവർ പ്രസംഗിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രസംഗിക്കരുതെന്ന് പറയും. പ്രയോജനശൂന്യമായ തർക്കങ്ങളെ നാം വിട്ടിട്ട് ആത്മാവിന്റെ ശക്തിയിൽ നിറയുവാൻ, ആത്മാവിന്റെ ശക്തിയുടെയും പ്രദർശനശാലിയായി നമ്മുടെ സഭകളും നമ്മുടെ കൂട്ടായ്മകളും മാറുവാൻ നാം അകത്തു നിന്ന് ആഗ്രഹിക്കണം. അല്ലെങ്കിൽ മറ്റു കൂട്ടങ്ങൾക്കുണ്ടായതുപോലെ തന്നെ ജീർണതയായിരിക്കും നമുക്ക് സംഭവിക്കുന്നത്. പെന്തക്കോസ് പേരിന് മാത്രമായി തീരും. മുതലക്കുളം മൈതാനത്ത് മുതലയില്ലാത്തതുപോലെ പെന്തക്കോസ് സഭകളിൽ ആത്മശക്തി ഇല്ലാതായിത്തീരും. കേവലം വിമർശനങ്ങളും അക്ഷരത്തിന്റെ പഴക്കം കൊണ്ടുള്ള ആയുധ കൈമാറ്റവും മാത്രമായി നമ്മുടെ കൂട്ടായ്മകൾ അധപ്പതിക്കും എന്നുള്ളതാണ് വസ്തുത. എന്നാൽ അത് വിട്ടിട്ട് ആത്മാവിന്റെ ശക്തിയിൽ നാം നിറയണം. ആദിമ ക്രൈസ്തവർ തങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണോ മറ്റേ കൂട്ടത്തിലുള്ളവരാണോ എന്ന് അറിയാൻ 2 ടെസ്റ്റ് നടത്തുമായിരുന്നു. അവർ ഒന്നാമത് പറയും, ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. ഒരുവൻ ഈ ഉപദേശം കൊണ്ടല്ല വന്നാൽ അവനെ കൈക്കൊള്ളരുത്. അപ്പൊ പിതാവും പുത്രനുമുണ്ടോ? പിതാവും പുത്രനും ഇല്ലാത്തത് കൊണ്ടാണ് യഹോവ സാക്ഷിക്കാരെ
മാറ്റി നിർത്തുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, വിശ്വസിച്ചിട്ട് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തതുകൊണ്ട് ബ്രദറുകാരെയും നാം മാറ്റി നിർത്തേണ്ടതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ പെന്തക്കോസ്തിൽ തന്നെ ഇന്ന് ബ്രദറുകാർ വളർന്നിരിക്കുകയാണ്. കാക്കക്കൂട്ടിലെ കുയിൽ കുഞ്ഞുങ്ങളെ പോലെ അവർ പെന്തക്കോസ്തിന്റെ ആത്മശക്തിയെയും അതിന്റെ ഐഡന്റിറ്റിയെ തന്നെയും ഇല്ലാതാക്കുവാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവിന്റെ സകല ചലനങ്ങളെയും പ്രവൃത്തികളെയും മുഴുവനായി വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വിമർശിക്കാതെ ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് നാം വിമർശിക്കണം. ഒരു പ്രത്യേക വിഷയമുണ്ടെങ്കിൽ അതിനെ മാത്രം വിമർശിക്കണം, എന്തെങ്കിലും വിമർശിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. എല്ലാ കാലത്തും കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരും എല്ലാം ഉണ്ട്. വ്യാജ സുവിശേഷമുണ്ട്, എതിർ ക്രിസ്തു ഉണ്ട്, മറ്റൊരാത്മാവുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നാം ഭേദാഭേദങ്ങളെ വിവേചിച്ചറിയണം. നാം കാടടച്ച് എല്ലാം പിശാചാണെന്നും എല്ലാം സാത്താനാണെന്നും എല്ലാം പൈശാചികമാണെന്നും പറഞ്ഞ് മുദ്രകുത്തി നമ്മുടെ ആത്മീക അനുഭവങ്ങളെ നഷ്ടമാക്കരുത്. നമ്മുടെ യുവതലമുറയെ നഷ്ടമാക്കരുത്. നമ്മുടെ ഭാവി തലമുറകളെ നഷ്ടമാക്കരുത്. നമ്മൾ ഈ ആത്മീക അനുഭവത്തിന്റെ വക്താക്കളും അതിന്റെ പ്രായോക്താക്കളും അതിന്റെ പിന്തുടർച്ചക്കാരും അതിന്റെ നേരവകാശികളും അതിന്റെ കൈക്കാരന്മാരുമായി നിലനിൽക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന കൂട്ടമാണ് നമ്മുടെ കൂട്ടം. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ത്യജിക്കരുത്. അന്ത്യകാലത്ത് അനേകർ ഭക്തിയുടെ ബാഹ്യരൂപം അതേപടി നിലനിർത്തി അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്നവരായി ഉണ്ടാകും എന്ന് അപ്പോസ്തലൻ പൗലോസ് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കേവലം ഭക്തിയുടെ പുറങ്കുപ്പായി മാത്രം ഉള്ളവരായി തീരാതെ അതിന്റെ ആന്തരിക ചൈതന്യവും അതിന്റെ ആന്തരിക ശക്തിയും ഉള്ളവരായി, പരിശുദ്ധാത്മാവ് എന്നത് കേവലം ഒരു സിദ്ധാന്തമോ ഒരു സങ്കല്പമോ മാത്രമായിട്ടല്ലാതെ ശരിക്കും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യമായി അതിനെ അനുഭവിക്കുന്ന കൂട്ടമായി നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് ഈ സമയത്ത് നാം ചെയ്യേണ്ടത്. അനാവശ്യ തർക്കവിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. യേശു കർത്താവ് പറഞ്ഞതാണ്, എന്റെ നാമത്തിൽ അവർ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവരെ തടയണ്ട, നിങ്ങൾ അതിനെ എതിർക്കാൻ പോകേണ്ട, നാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയുക. അവരുടെ തെറ്റാണെങ്കിൽ ശരിയായിട്ടുള്ളത് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരൂ, ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറയുക. അത് തെറ്റാണ്, അത് പിശാചാണ്, അത് കളിപ്പീരാണ്, അത് വഞ്ചനയാണ്, അത് പണം തട്ടിയെടുക്കുകയാണ്. ശരിയായിരിക്കാം. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നാം കാണിച്ചു കൊടുക്കണം. ശരിയായിട്ടുള്ളത് കാണാൻ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വരൂ, ഞങ്ങളുടെ കൺവെൻഷനിലേക്ക് വരൂ, ഞങ്ങളുടെ സഭയിലേക്ക് വരൂ. അവിടെയാണ് ആത്മാവിന്റെ യഥാർത്ഥ ശക്തിയുള്ളത്, അവിടെയാണ് ആത്മാവിന്റെ യഥാർത്ഥ പ്രദർശനമുള്ളത്, അവിടെയാണ് ആത്മാവിന്റെ യഥാർത്ഥ പ്രവചനമുള്ളത്, അവിടെയാണ് ആത്മാവിന്റെ യഥാർത്ഥ രോഗശാന്തി ഉള്ളത് എന്ന് ഓരോ പെന്റക്കോസ്റ്റ് സഭക്കാരനും പറയാൻ കഴിയും. അത് പറയാൻ കഴിയാത്തടത്തോളം നാം വിമർശിക്കുന്നതിൽ അർത്ഥമില്ല. നാം ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കണം. കർത്താവ് ഒരിക്കൽ കൂടെ ആ ശക്തി ഞങ്ങളുടെ മേലെ അയക്കണമേ. ഞങ്ങളുടെ മുൻ തലമുറകളെ നയിച്ചതുപോലെ നടത്തിയതുപോലെ അവരുടെ ഇടയിൽ അവിടുന്ന് സന്നിഹിതനായതുപോലെ ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കണം. പെന്തക്കോസ്തിന് അപമാനമായി തീർന്നിരിക്കുന്ന മലയാളി പെന്തക്കോസ് ലോകത്തിന് തന്നെ തീരാക്കളങ്കമായിരിക്കുന്ന ഇതര മതസ്ഥരുടെയും സമുദായസ്ഥരുടെയും മുൻപിൽ നമ്മെ അപമാനിക്കുകയും വെളിയിടിച്ച് കാണിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും നടത്താതെ ഒരു CSI കാരനായിരുന്നു ബ്രദർ DGS ദിനകരൻ. പക്ഷേ അന്തരിച്ച പാസ്റ്റർ PM ഫിലിപ്പ് തന്നെ ഒരു പെന്തക്കോസ്തുകാരനായിട്ടാണ് കണ്ടിരുന്നത്. പതിവായി അദ്ദേഹത്തിന്റെ മീറ്റിങ്ങുകൾക്ക് പോവുകയും സ്കൂൾ ഓഫ് ഇവാഞ്ചലിസത്തിൽ പോവുകയും അവിടെ പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും കോട്ടയത്തെ ദിനകരൻ വരുമ്പോൾ തന്റെ വീട്ടിൽ അതിഥി സൽക്കാരം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. സംഘടനാപരമായി പെന്തക്കോസ്തിലല്ലായിരുന്നു, പക്ഷേ താൻ സഭാപരമായി പെന്തക്കോസ്തിലായിരുന്നു. പെന്തക്കോസ്തിന്റെ നേരവകാശിയായി അതിന്റെ ശക്തിയും അതിന്റെ അനുഭവങ്ങളും തന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു എന്ന് ആ പാസ്റ്റർ കണ്ടു, അങ്ങനെ കരുതി, അതുകൊണ്ട് തന്നെ ആ രീതിയിൽ കൈക്കൊണ്ടു. അതുപോലെ ഇപ്പോൾ സംഘടനാപരമായി പെന്തക്കോസ്തിൽ അല്ലെങ്കിലും ആ സവിശേഷമായി ആത്മാവിന്റെ വരങ്ങളാലും കൃപകളാലും ആത്മാവിന്റെ ശക്തിയാലും സാന്നിധ്യത്താലും ആ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിൽക്കുന്ന അനേകരുണ്ട്. ഇത് പെന്തക്കോസ്ത് അനുഭവമില്ല, പെന്തക്കോസ്ത് സംഘടനയിലുമില്ല, പക്ഷേ ആത്മീയ അനുഭവങ്ങളെ വിമർശിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇറങ്ങുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യേണ്ടതാണ്. മൊല്ലാക്കയോ മുക്രിയോ സിനിമാ നടിയോ പൂജാരിയോ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മാനസാന്തരപ്പെട്ടോ രക്ഷിക്കപ്പെട്ടോ വീണ്ടും ജനിച്ചോ സ്നാനപ്പെട്ടോ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചോ ഏതെങ്കിലും ലോക്കൽ സഭയിൽ അംഗമാണോ എന്നിത്യാദി യാതൊരുവിധ അന്വേഷണങ്ങളും കൂടാതെ നമ്മുടെ വേദികളെ തുറന്നു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.
കഴിഞ്ഞ നാളുകളിൽ പല ബിരുദന്മാരും അങ്ങനെ പെന്തക്കോസ് വേദികളെ കൈയടക്കി ആളുകളെ പറ്റിച്ചതിന് ശേഷം കടന്നു കളയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാത്ത, പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാത്ത, പരിശുദ്ധാത്മ സ്നാനം ലഭിക്കാത്ത, ആ അനുഭവങ്ങളില്ലാത്ത ആളുകളാണ് അധികം പേരും. പിന്നെയുള്ളത് വ്യാജമായ അന്യഭാഷകളുള്ളവർ. അത് കൂടുതലും വ്യാജമായ അന്യഭാഷകളുള്ളവർ. അന്യഭാഷകൾ പറയുന്നത് 5 സോഴ്സിൽ നിന്നാണ്. 5 വിധത്തിൽ അന്യഭാഷകൾ പറയും. മാനുഷികം, ദൈവികം, പൈശാചികം, മാനസികം, അനുകരണം. അങ്ങനെ 5 തരത്തിൽ അന്യഭാഷകൾ പറയും. അതുപോലെ എല്ലാ കൃപാവരങ്ങളുടെയും പ്രദർശനങ്ങളുടെയും കാര്യങ്ങളിലും ഈ വിധ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒറിജിനലുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ദൈവസ്നേഹവും ദൈവസാന്നിധ്യവും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളും ഇങ്ങനെയുള്ള ശുശ്രൂഷകളെയോ ഇങ്ങനെയുള്ള അനുഭവങ്ങളെയോ വിധിക്കുകയോ വിമർശിക്കുകയോ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. പരിശുദ്ധാത്മ ശക്തിയിലൂടെ മാത്രമേ ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടത്തുള്ളൂ. അതറിയാവുന്ന സാത്താൻ അതിനെ തടയുവാൻ പല വിധത്തിൽ പരിശ്രമിക്കും. അപമാനിച്ചും നിന്ദിച്ചും പരിഹസിച്ചും വിമർശിച്ചും മുൻപോട്ട് വരും. എന്നാൽ പരിശുദ്ധാത്മ ശക്തിയെ പ്രാപിച്ചവരെ തടയുവാൻ ഒന്നിനും കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയാണ്. ആ അത്യന്ത ശക്തിയെ പ്രാപിച്ചിരിക്കുന്ന ദൈവജനം മുൻപോട്ട് പോകും. അങ്ങനെ നിങ്ങൾ മുൻപോട്ട് പോകണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളുടെ കൂടെയിരിക്കും. ഈ വരും ദിനങ്ങളിൽ വലിയ അത്ഭുതങ്ങളും വലിയ പ്രവൃത്തികളും മലങ്കരയുടെ മണ്ണിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.